അമൃത് വേണി പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE in association with Joya Lucas. ഇത്തവണ ഫസ്റ്റ് അടിക്കില്ലേ നമ്മള്? കുട്ടികൾക്കൊക്കെ പെയിൻ ശല്യം ഉണ്ടാകും. അതുകൊണ്ട് ലൈസ് കിറ്റ് ഉപയോഗിച്ച് ക്ലാസ്സിൽ വരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ലൈസ് കിറ്റ് ലൈസ് റിമൂവർ പെയിൻ ശല്യത്തിൽ നിന്നും ഉടനടി ആശ്വാസം. നമസ്കാരം, ഞാൻ ഡെയ്സി ബിജു. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 4 ബുധനാഴ്ച. മോഹക്കപ്പിൽ മുത്തമിട്ട് വിരാട് കോഹ്ലിയും റോയൽ ചലഞ്ചേഴ്സും. 18 വർഷത്തെ നീണ്ട കാത്തിരിപ്പിനൊടുക്കം IPL കിരീടം നേടി റോയൽ ചലഞ്ചേഴ്സ്. അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ പഞ്ചാബ് കിങ്സിന്റെ പോരാട്ട വീര്യത്തെ ടീം മികവ് കൊണ്ട് മറികടന്നാണ് ബംഗളൂരു കന്നിക്കിരീടം നേടിയത്. ആവേശം വാനോളമുയർന്ന മത്സരത്തിൽ 6 റൺസിനാണ് ബംഗളൂരുവിന്റെ വിജയം. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ബംഗളൂരു 43 റൺസെടുത്ത വിരാട് കോഹ്ലിയുടെ മികവിൽ 9 വിക്കറ്റ് നഷ്ടത്തിൽ 190 റൺസെടുത്തു. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബിന് 7 വിക്കറ്റ് നഷ്ടത്തിൽ 184 റൺസെടുക്കാനേ സാധിച്ചുള്ളൂ. 30 പന്തിൽ 61 റൺസെടുത്ത് അവസാന ഓവറുകളിൽ കത്തിക്കയറിയ ശശാങ്ക് സിംഗിനും പഞ്ചാബിനെ ലക്ഷ്യത്തിൽ എത്തിക്കാനായില്ല. അവസാന ഓവറിൽ ജയിക്കാൻ 29 റൺസ് വേണ്ടിയിരുന്ന പഞ്ചാബിന് ശശാങ്ക് സിംഗിന്റെ ഒറ്റയാൾ പോരാട്ടത്തിലൂടെ 22 റൺസ് നേടാനേ സാധിച്ചുള്ളൂ. 4 ഓവറിൽ 17 റൺസ് മാത്രം വഴങ്ങി മികച്ച രീതിയിൽ കളിച്ചിരുന്ന പ്രഭസിമ്രാൻ സിംഗിന്റെയും ജോഷ് ഇംഗ്ലീസിന്റെയും വിക്കറ്റുകളെടുത്ത കൃണാൽ പാണ്ഡെയാണ് കളിയിലെ താരം. IPL 18ാം സീസണിൽ 717 റൺസ് നേടിയ മുംബൈ ഇന്ത്യൻസിന്റെ സൂര്യകുമാർ യാദവാണ് കളിയിലെ താരം. 759 റൺസ് നേടിയ ഗുജറാത്ത് ടൈറ്റൻസിന്റെ സായ് സുദർശൻ ഓറഞ്ച് ക്യാപ്പും 25 വിക്കറ്റെടുത്ത ഗുജറാത്ത് ടൈറ്റൻസിന്റെ പ്രസിദ്ധ് കൃഷ്ണ പർപ്പിൾ ക്യാപ്പും സ്വന്തമാക്കി. 141 റൺസെടുത്ത സൺറൈസേഴ്സിന്റെ അഭിഷേക് ശർമ്മയാണ് ഏറ്റവും ഉയർന്ന വ്യക്തിഗത സ്കോർ സ്വന്തമാക്കിയത്. 8 അർദ്ധ സെഞ്ചുറികൾ സ്വന്തമാക്കിയ വിരാട് കോഹ്ലിയാണ് ടൂർണമെന്റിൽ കൂടുതൽ അർദ്ധ സെഞ്ചുറികൾ നേടിയത്. ഏറ്റവും കൂടുതൽ സിക്സറുകൾ പറത്തിയത് 40 സിക്സറുകൾ അടിച്ച നിക്കോളാസ് പൂരാനും ഫോറുകൾ പായിച്ചത് 88 ഫോറുകൾ അടിച്ച സായ് സുദർശനുമാണ്. കേരളത്തിലെ 3ഉം 4ഉം റെയിൽവേ പാതയ്ക്കായുള്ള പ്രവർത്തനത്തിലാണെന്ന് കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ എക്സിലൂടെയാണ് മന്ത്രി ഇക്കാര്യം അറിയിച്ചത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി പ്രധാന പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്തെന്ന് പറഞ്ഞ അശ്വിനി വൈഷ്ണവ് അങ്കമാലി എരുമേലി പദ്ധതിക്കും കേരളത്തിൽ അനുവദിച്ച ഓവർ ബ്രിഡ്ജുകൾക്കും അണ്ടർ ബ്രിഡ്ജുകൾക്കും സ്ഥലം ഏറ്റെടുക്കുന്നതിന് പിന്തുണ തേടിയതായും അറിയിച്ചു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനായി ലഭിച്ച 25 നാമനിർദ്ദേശ പത്രികകളുടെയും സൂക്ഷ്മ പരിശോധന പൂർത്തിയായി. സൂക്ഷ്മ പരിശോധനയിൽ ഡെമ്മി സ്ഥാനാർത്ഥികളുടേത് ഉൾപ്പെടെ 7 പത്രികകൾ വരണാധികാരിയായ പെരിന്തൽമണ്ണ സബ് കളക്ടർ അപൂർവ ത്രിപാഠി തള്ളി. 18 പത്രികകൾ സ്വീകരിച്ചു. ഇതിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി PV അൻവർ സമർപ്പിച്ച നാമനിർദ്ദേശ പത്രികയും തള്ളിയിരുന്നു. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി സമർപ്പിച്ച നാമനിർദ്ദേശ പത്രിക തള്ളാൻ അറിഞ്ഞുകൊണ്ട് അൻവർ സാഹചര്യമൊരുക്കിയതെന്ന് ആരോപണം. മുൻപ് 2 തവണ മത്സരിച്ച ഓട്ടോറിക്ഷ ചിഹ്നം ലഭിക്കാൻ അൻവർ ഉണ്ടാക്കിയ തിരക്കഥയുടെ ഭാഗമാണ് നാമനിർദ്ദേശ പത്രിക തള്ളൽ എന്ന ആരോപണമാണ് ശക്തമാകുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിനെ ആം ആദ്മി പാർട്ടി പിന്തുണയ്ക്കില്ല. PV അൻവറിന്റെ ജനാധിപത്യ പ്രതിപക്ഷ പ്രതിരോധ മുന്നണിയിലും ആം ആദ്മി പാർട്ടി ഭാഗമാകില്ല. തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി പത്രിക തള്ളിയതിന് പിന്നാലെയാണ് ആം ആദ്മി പാർട്ടിയും പിന്തുണ പിൻവലിച്ചത്. UDF ഈ തിരഞ്ഞെടുപ്പിനെ രാഷ്ട്രീയമായാണ് കാണുന്നതെന്നും കേരളം 9 വർഷം ഭരിച്ചു മുടിച്ച സർക്കാരിനെ മാറ്റാനുള്ള തെരഞ്ഞെടുപ്പാണിതെന്നും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. വ്യക്തിപരമായല്ല രാഷ്ട്രീയപരമായാണ് ഈ തെരഞ്ഞെടുപ്പിനെ കാണേണ്ടതെന്നും ഇനി ആരുമായും ചർച്ചയില്ലെന്നും നിലമ്പൂരിലെ ജനങ്ങളുമായി മാത്രമേ ചർച്ചയുള്ളൂവെന്നും വ്യക്തിപരമായി മറ്റാരെക്കുറിച്ചും പരാമർശിക്കേണ്ട കാര്യവുമില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ UDF 10,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ. മുഖ്യമന്ത്രി പിണറായി വിജയനെക്കുറിച്ച് ഇന്നലെ KC വേണുഗോപാൽ ഒരു കാര്യം പറഞ്ഞപ്പോൾ പ്രതിരോധിക്കാനായി CPM-ൽ നിന്ന് സംസാരിച്ചത് മരുമകൻ റിയാസ് മാത്രമാണ്. അതിനർത്ഥം CPM-ൽ പിണറായി വിജയൻ ഒറ്റപ്പെടുന്നു എന്നാണ്. LDF-ലും മുഖ്യമന്ത്രി ഒറ്റപ്പെടുകയാണ്. ഗോവിന്ദൻ മാഷോ MA ബേബിയോ പിണറായിയുടെ ചതിയെക്കുറിച്ചുള്ള KC വേണുഗോപാലിന്റെ പരാമർശത്തിൽ ഒരക്ഷരം മിണ്ടിയിട്ടില്ലെന്നും കെ മുരളീധരൻ ചൂണ്ടിക്കാട്ടി.
ക്ഷേമ പെൻഷൻ തെരഞ്ഞെടുപ്പ് കൈക്കൂലി എന്ന കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവനയ്ക്കെതിരെ സിപിഎം. വേണുഗോപാലിന്റെ പ്രസ്താവന ഒരു അടിസ്ഥാനവുമില്ലാത്തതാണെന്നും കോൺഗ്രസ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്നും സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ പറഞ്ഞു. പ്രസ്താവന കോൺഗ്രസിന്റെ ആശങ്ക വ്യക്തമാക്കുന്നതാണെന്നും പെൻഷൻ വാങ്ങുന്ന 62 ലക്ഷം ജനങ്ങളോട് കെ.സി. വേണുഗോപാലും കോൺഗ്രസും മാപ്പ് പറയണമെന്നും ധനമന്ത്രി ബാലഗോപാലും ആവശ്യപ്പെട്ടു. ക്ഷേമ പെൻഷൻ കൈക്കൂലിയാക്കിയെന്ന എഐസിസി ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാലിന്റെ പ്രസ്താവന സാധാരണക്കാരോടുള്ള വെല്ലുവിളിയാണെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സാധാരണക്കാരുടെ ജീവിതത്തെ കെ.സി. വേണുഗോപാൽ അപഹസിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വേദികളിൽ സാധാരണക്കാരെ അപഹസിക്കുന്നതും ഇകഴ്ത്തിക്കാട്ടുന്നതും കോൺഗ്രസ് നേതാക്കൾ അവസാനിപ്പിക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. വർഗീയ ശക്തികളുടെ വോട്ട് വേണ്ടെന്ന് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ എൽഡിഎഫ് സ്ഥാനാർത്ഥി എം സ്വരാജ്. എല്ലാ നല്ല മനുഷ്യരുടെയും വോട്ടുകളും എൽഡിഎഫിന് വേണമെന്നും എന്നാൽ വർഗീയ ശക്തികളെ മനുഷ്യരായി തന്നെ കണക്കാക്കിയിട്ടില്ലെന്നും അപ്പോൾ പിന്നെ ആ പ്രശ്നം ഉദിക്കുന്നില്ലെന്നും സ്വരാജ് പറഞ്ഞു. വർഗീയ നിലപാടുള്ളവർ മനസ്സിൽ നിന്ന് ആ വർഗീയ വിഷം കളഞ്ഞ് മതനിരപേക്ഷവാദികളായി ജനാധിപത്യത്തിന്റെ പാതയിലേക്ക് വരണമെന്നും അദ്ദേഹം പറഞ്ഞു. പി.വി. അൻവർ വോട്ട് ചോദിച്ച് വീട്ടിൽ വരരുതെന്ന് നിലമ്പൂർ ആയിഷ. സിപിഎമ്മിൽ നിന്ന് അകന്നപ്പോൾ തന്നെ ഒപ്പം നിർത്തി ഫോട്ടോ എടുത്ത് അൻവർ കുടുക്കിയെന്നും അൻവർ രാജിവെച്ചത് നന്നായെന്നും നശിച്ചുപോയ ഒരു എംഎൽഎ നിലമ്പൂരിന് വേണ്ടെന്നും ആയിഷ പറഞ്ഞു. അൻവറിന് മുഖ്യമന്ത്രിയാകാനാണ് മോഹം. അതാണ് അൻവറിനെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്നാണ് കരുതുന്നത്. എം സ്വരാജ് മിടുക്കനായ സ്ഥാനാർത്ഥിയാണെന്നും നിലമ്പൂരിൽ സ്വരാജിന്റെ ജയം ഉറപ്പാണെന്നും നിലമ്പൂർ ആയിഷ കൂട്ടിച്ചേർത്തു. ചെങ്കോട്ടയായ കണ്ണൂരിനെ ഞങ്ങൾ മാറ്റിയെടുത്തത് വലിയ പോരാട്ടം നടത്തിയെന്ന് കെ. സുധാകരൻ. ഒരു പാർട്ടിയെ വളർത്തിയെടുക്കുക എളുപ്പമല്ല. എന്റെ മനസ്സിനകത്ത് സിപിഎമ്മിനോടുള്ള ഒടുങ്ങാത്ത അമർഷമാണ്. പ്രവർത്തകരുടെ വികാര വിചാരങ്ങൾ മാനിക്കാൻ കഴിയുന്നവരായിരിക്കണം നേതാക്കന്മാരെന്നും കെ. സുധാകരൻ പറഞ്ഞു. താനൂരിലെ UK ഭാസി അനുസ്മരണ വേദിയിൽ സംസാരിക്കുകയായിരുന്നു കെ. സുധാകരൻ. കോട്ടയം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചു. അതേസമയം കാലവർഷക്കെടുതി മൂലം കുട്ടനാട്ടിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്നും അവധിയായിരിക്കും. കുട്ടനാട് താലൂക്കിലെയും പുറക്കാട് പഞ്ചായത്തിലെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് ആലപ്പുഴ ജില്ലയിൽ അവധിയുള്ളത്. ഒടുവിൽ ലോകത്തെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറീനയും വിഴിഞ്ഞം തുറമുഖത്ത് എത്തുന്നു. മലയാളിയായ വില്ലി ആന്റണിയാണ് പടകൂറ്റൻ കപ്പലിന്റെ കപ്പിത്താൻ. സിംഗപ്പൂരിൽ നിന്നും യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് MSC ഐറീന വിഴിഞ്ഞത്തേക്കെത്തുന്നത്. പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ വ്യാജ മോഷണ പരാതിയുടെ പേരിൽ കസ്റ്റഡിയിൽ കഴിഞ്ഞ ബിന്ദു പോലീസിന് മൊഴി നൽകി. പരാതി സംബന്ധിച്ച് അന്വേഷണം നടത്തുന്ന പ്രത്യേക പോലീസ് സംഘത്തിനാണ് മൊഴി നൽകിയത്. 6.5 മണിക്കൂറോളം നേരമാണ് പോലീസ് ബിന്ദുവിൽ നിന്നും മൊഴിയെടുത്തത്. തനിക്കെതിരെ വ്യാജ പരാതി നൽകിയ വീട്ടുടമ ഓമന ഡാനിയലിനെതിരെ അന്വേഷണം വേണമെന്ന് ബിന്ദു പോലീസിനോട് ആവശ്യപ്പെട്ടു. തെരുവ് നായ ആക്രമണത്തിൽ 4 വയസ്സുകാരന് പരിക്ക്. മരുത റോഡ് പ്രതിഭാ നഗറിൽ വെച്ച് ആലത്തൂർ സ്വദേശി അയാനാണ് പരിക്കേറ്റത്. മരുത റോഡിലെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു അയാനും കുടുംബവും. വീട്ടുമുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കെ ഒരു കൂട്ടം നായകളെത്തി ആക്രമിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയെ ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പാലക്കാട് അട്ടപ്പാടിയിൽ യുവാവിനെ കെട്ടിയിട്ട് അർദ്ധനഗ്നനാക്കി മർദ്ദിച്ച കേസിൽ പ്രതികൾക്ക് ജാമ്യം. പ്രതികളായ റെജിൻ മാത്യു, വിഷ്ണു എന്നിവർക്കാണ് ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. മണ്ണാർക്കാട് SC/ST കോടതിയാണ് ജാമ്യം നൽകിയത്. പ്രതികൾ മർദ്ദനമേറ്റ സിജുവിനെയോ സാക്ഷികളുമായോ ഒരു തരത്തിലും ബന്ധപ്പെടാനോ ഭീഷണിപ്പെടുത്താനോ പാടില്ലെന്ന് കോടതി നിർദ്ദേശിച്ചു. തൊണ്ടി മുതൽ കടത്തിക്കൊണ്ടു പോകാൻ ശ്രമിച്ച സംഭവത്തിൽ ഇടുക്കി ജില്ലയിലെ കടപ്പനക്കടുത്ത് കാളിയാർ പോലീസ് സ്റ്റേഷനിലെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജെയ്മോന് സസ്പെൻഷൻ. നിലവിൽ തൊടുപുഴ സ്റ്റേഷനിൽ DYSP സ്ക്വാഡിലെ അംഗമാണ് ജെയ്മോൻ. തൊടുപുഴ സ്റ്റേഷനിലെ തൊണ്ടി മുതലായ സ്പോർട്സ് സൈക്കിളാണ് ഇയാൾ എടുത്തുമാറ്റാൻ ശ്രമിച്ചത്. സംഭവത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് നടത്തിയ അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി.
തിരുവനന്തപുരം ഫോർട്ട് ഹൈസ്കൂളിൽ പ്രവേശനോത്സവത്തിൽ പോക്സോ കേസ് പ്രതി മുകേഷ് എം നായർ മുഖ്യാതിഥിയായതിൽ വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷണം. ഡെപ്യൂട്ടി ഡയറക്ടർ സ്കൂളിലെത്തി ഹെഡ്മാസ്റ്ററുടെ മൊഴിയെടുത്തു. എന്നാൽ കുറ്റം മുഴുവൻ സ്പോൺസറുടെ ചുമലിൽ ഇടുകയാണ് സ്കൂൾ അധികൃതർ. സ്കൂൾ ക്ഷണിച്ചിട്ടല്ല മുകേഷ് പരിപാടിയിൽ പങ്കെടുത്തതെന്നാണ് പ്രധാന അധ്യാപകന്റെ മൊഴി. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയോട് റീൽസ് ഷൂട്ടിന്റെ പേരിൽ അതിക്രമം നടത്തിയ കേസിലെ പ്രതിയാണ് മുകേഷ് എം നായർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രജിസ്റ്റർ ചെയ്ത കേസുകൾ അവസാനിപ്പിക്കുകയാണെന്ന സർക്കാർ തീരുമാനത്തെ പരിഹസിച്ച നടി പാർവതി തിരുവോത്തിന് മറുപടിയുമായി സംവിധായിക വിധു വിൻസെന്റ്. വിമർശനങ്ങൾ എക്കാലവും നല്ലതാണെന്നും പക്ഷേ താരങ്ങളാണെന്ന ബലത്തിൽ കാടടച്ച് വെടിവെക്കരുതെന്നും വിധു വിൻസെന്റ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത നീണ്ട കുറിപ്പിൽ ചൂണ്ടിക്കാട്ടി. ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതിയായ സുകാന്ത് സുരേഷിനെ ജൂൺ 5 വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. തിരുവനന്തപുരം, എറണാകുളം ജില്ലകളിൽ എത്തിച്ച് വിശദമായ അന്വേഷണം നടത്തുന്നതിനാണ് കസ്റ്റഡിയിൽ വിട്ടത്. സുകാന്തിന്റെ ലൈംഗിക ശേഷി പരിശോധനയും നടത്തും. KSFE ഹാർമണി ചിറ്റ്സ് മെഗാ സമ്മാനം 100 പേർക്ക് സിംഗപ്പൂർ യാത്ര. ശാഖാതല സമ്മാനം 25,000 പേർക്ക് 1,500 രൂപയുടെ ഫ്യൂവൽ കാർഡ്. KSFE ഹാർമണി ചിറ്റ്സ്. ടോൾ ഫ്രീ നമ്പർ 1800-425-3455. Let's make this unforgettable. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. പാകിസ്ഥാനെതിരായ വെടിനിർത്തലിന് ഇന്ത്യ തയ്യാറായത് അമേരിക്കയുടെ ഇടപെടൽ മൂലമാണെന്ന പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസ്താവനയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പരിഹസിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ട്രംപ് മോദിയെ വിളിച്ച് എല്ലാം നിർത്താൻ ആവശ്യപ്പെട്ടുവെന്നും മോദി അത് അക്ഷരം പ്രതി അനുസരിച്ചുവെന്നും രാഹുൽ ആരോപിച്ചു. 1971 യുദ്ധത്തിന്റെ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്ത തീരുമാനങ്ങളെ ഉയർത്തിക്കാട്ടിയായിരുന്നു രാഹുലിന്റെ പരിഹാസം. പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയതിന് രാജസ്ഥാൻ തൊഴിൽ മന്ത്രാലയത്തിലെ അസിസ്റ്റന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ ഷക്കൂർ ഖാൻ അറസ്റ്റിലായി. ഇയാൾ തന്ത്രപ്രധാനമായ വിവരങ്ങൾ പാകിസ്ഥാന് കൈമാറിയതായി സംശയിക്കുന്നതായി പോലീസ് പറഞ്ഞു. ഇയാൾ ഏറെക്കാലമായി പോലീസ് നിരീക്ഷണത്തിലായിരുന്നു. സെപ്റ്റിക് ടാങ്കിലിറങ്ങിയ 3 പേരും ഇവരെ രക്ഷിക്കാനിറങ്ങിയ ഒരാളും ഉൾപ്പെടെ 4 പേർ വിഷവാതകം ശ്വസിച്ച് മരിച്ചു. ഒഡീഷയിലെ നാംബ്രംഗപൂർ ജില്ലയിലാണ് സംഭവം. പുതിയതായി പണി കഴിപ്പിച്ച 10 അടി നീളവും 10 അടി വീതിയുമുള്ള സെപ്റ്റിക് ടാങ്കിന്റെ സെൻട്രൽ സ്ലാബ് ഇളക്കി അകത്ത് കടന്ന തൊഴിലാളികളാണ് ആദ്യം അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി പോലീസ് അറിയിച്ചു. യഥാർത്ഥ മരണകാരണം വ്യക്തമാവാൻ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കാത്തിരിക്കുകയാണ് അധികൃതർ. ഔദ്യോഗിക വസതിയിൽ നിന്ന് പണം കണ്ടെത്തിയ സംഭവത്തിൽ അന്വേഷണം നേരിടുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയെ ഇംപീച്ച് ചെയ്യാൻ കേന്ദ്ര സർക്കാർ. ഇതിനായുള്ള പ്രമേയം അടുത്ത പാർലമെന്റ് സമ്മേളനത്തിൽ അവതരിപ്പിക്കുമെന്നാണ് വിവരം. പണം കണ്ടെത്തിയതിനു ശേഷം അലഹബാദ് ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ ഇദ്ദേഹം രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ഇംപീച്ച്മെന്റ് നടപടികളിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കുന്നത്. ഓപ്പറേഷൻ സിന്ദൂറിനെതിരെ വിവാദ പരാമർശവുമായി പഞ്ചാബ് മുഖ്യമന്ത്രിയും ആം ആദ്മി പാർട്ടി നേതാവുമായ ഭഗവന്ത് മാൻ. BJP ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ വോട്ട് തേടുകയാണെന്ന് ഭഗവന്ത് മാൻ ആരോപിച്ചു. സിന്ദൂരത്തെ BJP തമാശയാക്കി മാറ്റിയെന്നും എല്ലാ വീടുകളിലേക്കും സിന്ദൂരം അയക്കുന്നുവെന്നും പ്രധാനമന്ത്രിയുടെ പേരിലാണോ സിന്ദൂരം തൊടുന്നതെന്നും ചോദിച്ച ഭഗവന്ത് മാൻ ഒരു രാജ്യം ഒരു ഭർത്താവ് പദ്ധതിയാണോ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പരാമർശിച്ചതാണ് വിവാദമായത്. ഓപ്പറേഷൻ സിന്ദൂറിൽ നഷ്ടങ്ങളുണ്ടെന്ന് ആവർത്തിച്ച് സംയുക്ത സൈനിക മേധാവി. തിരിച്ചടികൾ എത്ര വേഗം നന്നായി മറികടക്കുന്നു എന്നതാണ് പ്രധാനമെന്നും CDS വ്യക്തമാക്കി. കാര്യശേഷിയുള്ള സേനകൾ തിരിച്ചടികൾ മറികടക്കാൻ ശേഷിയുള്ളവരാണ്. ഭീകരവാദത്തിലൂടെ ഇന്ത്യയെ ബന്ദിയാക്കാനാവില്ലെന്ന സന്ദേശമാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആണവ ബ്ലാക്ക്മെയിലിന് വഴങ്ങില്ലെന്നും ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ മഴക്കെടുതി വിലയിരുത്തി കേന്ദ്ര സർക്കാർ. അസം, സിക്കിം മുഖ്യമന്ത്രിമാരുമായും മണിപ്പൂർ ഗവർണറുമായും പ്രധാനമന്ത്രി സംസാരിച്ചു. സിക്കിമിലെ കരസേനാ ക്യാമ്പിൽ മണ്ണിടിച്ചിലിൽ കാണാതായവർക്കായി തെരച്ചിൽ തുടരുന്നു. മഴക്കെടുതിയിൽ ഇതുവരെ 38 പേർക്ക് ജീവൻ നഷ്ടമായി. മണ്ണിടിച്ചിലിലും വെള്ളപ്പൊക്കത്തിലും നിരവധി പേരെ കാണാതായി. സംസ്ഥാനങ്ങൾക്ക് എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പു നൽകി.
പാകിസ്ഥാനിൽ ഭൂകമ്പത്തിനിടെ ജയിൽ ചാടി 200-ലധികം തടവുകാർ. കിഴക്കൻ കറാച്ചിയിലെ മാലർ ജയിലിലാണ് സംഭവം. ഭൂകമ്പത്തെ തുടർന്നുണ്ടായ പരിഭ്രാന്തി മുതലാക്കിയായിരുന്നു ജയിൽ ചാട്ടം. മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട കേസുകളിൽ അറസ്റ്റിലായവരാണ് തടവുകാരിൽ ഏറെയും. കനത്ത ചൂട് കണക്കിലെടുത്ത് UAE-യിൽ തുറസായ സ്ഥലങ്ങളിൽ ഉച്ചയ്ക്ക് ജോലി ചെയ്യുന്നതിന് ജൂൺ 15 മുതൽ വിലക്ക്. എല്ലാ വർഷത്തെയും പോലെ ഇത്തവണയും ഉച്ചവിശ്രമ നിയമം പ്രാബല്യത്തിൽ വരികയാണ്. ഉച്ചയ്ക്ക് 12:30 മുതൽ വൈകിട്ട് 3 മണിവരെയാണ് പുറം ജോലികൾക്ക് വിലക്ക് ഏർപ്പെടുത്തുന്നത്. ജൂൺ 8-ന് നടക്കാനിരുന്ന ആക്സിയം 4 ദൌത്യ വിക്ഷേപണം 2 ദിവസം വൈകി ജൂൺ 10-നാകുമെന്ന് റിപ്പോർട്ടുകൾ. ജൂൺ 11-നാകും ഇന്ത്യയുടെ ശുഭാംശു ശുക്ല അടങ്ങിയ സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ എത്തുകയെന്നാണ് വ്യക്തമാകുന്നത്. റഷ്യയെ വീണ്ടും വിറപ്പിച്ച് യുക്രൈൻ. ഓപ്പറേഷൻ സ്പൈഡർ വെബിന് പിന്നാലെ റഷ്യയെ ക്രിമിയയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം തകർത്തെന്ന് യുക്രൈന്റെ SBU സുരക്ഷാ വിഭാഗം വ്യക്തമാക്കി. സ്ഫോടനം നടത്തിയത് വെള്ളത്തിന് അടിയിലൂടെയാണ്. പാലത്തിലൂടെയുള്ള ഗതാഗതം റഷ്യ നിരോധിച്ചു. അതേസമയം പാലം തകർത്തതടക്കമുള്ള വിഷയങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾക്ക് തിരിച്ചടിയാകുകയാണ്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഡെയ്സി ബിജു. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.